മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, GDP growth at 6.5% in 2024-25, slowest since the pandemic. അതായത് ഫോർത്ത് ക്വാർട്ടറിൽ 7.4% നമുക്ക് ഹൈക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.5% ആണ്. പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ GDP ഗ്രോത്ത്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, പാകിസ്ഥാൻസ് ഇന്ത്യ വാർ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ അനാർക്കിയൽ സ്റ്റേറ്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമിയാണ്. പക്ഷെ എന്നിട്ട് പോലും പാകിസ്ഥാൻ ഇന്ത്യക്ക് വളരെയധികം റീജിയണൽ ഇൻസ്റ്റബിലിറ്റി, അതേപോലെ തന്നെ പീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡെപ്തിൽ അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. നെക്സ്റ്റ്, ഡോണ്ട് മിയർലി എൻറോൾ സ്റ്റുഡൻസ് ബട്ട് എക്വിപ്പ് ദം വിത്ത് സ്കിൽസ്. അതായത് ഈ ഒരു ടൈം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം, UG ആയാലും PG അഡ്മിഷന്റെ ഒക്കെ ആയാലും ഒരു ടൈമാണ്. സോ ആ ഒരു സമയത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ ബ്രോഷർ ഇറക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ, എക്സലൻസ്, റിസർച്ച്, നോളേജ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ അതൊന്നും കാണാറില്ല. സോ നമ്മുടെ യൂത്തിനെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. നെക്സ്റ്റ്, ഗവൺമെന്റ് മീറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഓഫ് 4.8% ഫോർ ഫൈനാൻഷ്യൽ ഇയർ 25. അതായത് ഫൈനാൻഷ്യൽ ഇയർ 25 ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഗവൺമെന്റ് സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ്, GDP growth at 6.5% in 2024-25, slowest since the pandemic. അതായത് ഫൈനാൻഷ്യൽ 24-25 നമ്മുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.5% ആണ്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും സ്ലോവസ്റ്റ് രീതിയാണ്. അത് കണക്ക് തന്നെ ഫോർത്ത് ക്വാർട്ടറിൽ 7.4% നമുക്ക് റൈസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു റൈസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയാലും അതേണക്ക് തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിന്റെ പെർഫോമൻസും വളരെ വലുതായിരുന്നു. ആ രണ്ട് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഫോർത്ത് ക്വാർട്ടറിൽ ഇത്രത്തോളം സ്പൈക്ക് ഉണ്ടാവാനുള്ള റീസൺ. സോ സെക്ടറൽ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 5.4% ആയിരുന്നു ഫോർത്ത് ക്വാർട്ടറിൽ. ദെൻ മാനുഫാക്ചറിങ് ആണെങ്കിൽ 4.5% എന്ന രീതിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് 12.3% ആയിരുന്നു. പക്ഷെ അതേസമയം കൺസ്ട്രക്ഷന് ഒരുപാട് ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. 9.4% കൺസ്ട്രക്ഷൻ സെക്ടർ വളർന്നിട്ടുണ്ട്. അതിനൊക്കെ ടെറിഷറി സെക്ടർ 7.2% കുറഞ്ഞിട്ടുണ്ട്. മുൻപ് അത് 9% ആയിരുന്നു. സോ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആൻഡ് എക്കോണമിക് സിഗ്നിഫിക്കൻസ്. India's resilience in the globally weak growth environment with higher post-COVID growth differential compared to advanced economies. ഇതാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ഈ ഒരു GDP ഗ്രോത്തും റിലേറ്റഡ് ആയിട്ടുള്ള ഫോർത്ത് ക്വാർട്ടറിലായ അതേണക്ക് തന്നെ ഇപ്പോഴത്തെ ഓവറോൾ GDP ഗ്രോത്തും ആയിട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കറന്റ് GDP ഗ്രോത്ത് അത് 6.5% ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഫോർത്ത് ക്വാർട്ടറിലെ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ 7.4% ആണ്. നമ്മുടെ നോമിനൽ ഗ്രോത്ത് എന്ന് പറയാൻ 9.8% ആണ്. ഇയർലി വെച്ച് നോക്കുമ്പോൾ ക്വാർട്ടർ ഫോറിൽ അത് 10.8% ആണ്. സെക്ടർ പെർഫോമൻസ് നോക്കുമ്പോൾ അഗ്രികൾച്ചർ 4.4% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഇയറിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 2.7% റൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് 4.5% സ്ലോവർ ആയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വണത്തിൽ നിന്ന് 12.3% ആയിരുന്നു. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 9.4% ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ഫോർത്ത് ക്വാർട്ടറിൽ മാത്രം 10.8% സ്പൈക്ക് കൺസ്ട്രക്ഷൻ സെക്ടറിലും സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഗ്രോത്ത് റേറ്റിൽ ട്രെൻഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 6.5% ഈസ് ദ ലോവസ്റ്റ് ഇൻ 4 years. ലാസ്റ്റ് ഇയറിൽ 9.2% ആയിരുന്നു. അതിനൊക്കെ തന്നെ ക്വാർട്ടർലി കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ Q4 ഗ്രോത്ത് എന്ന് പറയുന്നത് 7.4% ആയിരുന്നു. കഴിഞ്ഞ വണത്തത് 8.4% ആയിരുന്നു ഫോർത്ത് ക്വാർട്ടറിൽ. സോ ഗ്ലോബൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയാണ്. ചൈനയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5.4% ആണ്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS3 GS2 ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം ട്രെൻഡ്സ് ഇൻ GDP ഗ്രോത്ത്, അതിനൊക്കെ സെക്ടർ പെർഫോമൻസ് ഇൻ ഇന്ത്യ, റോൾ ഓഫ് അഗ്രികൾച്ചർ, ഇന്ത്യസ് എക്കോണമിക് റിസൈലൻസിന്റെ വീക്ക് ഗ്ലോബൽ ഗ്രോത്ത് എൻവയോൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു തീം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, പാകിസ്ഥാൻസ് ഇന്ത്യ വാർ. അതായത്
വളരെയധികം ഇൻസ്റ്റെബിലിറ്റി കണ്ടീഷനോടെയാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഇന്ത്യയുടെ റീജിയണൽ സ്റ്റെബിലിറ്റിനെ ആയാലും ഇന്ത്യയുടെ ഒരു പീസിനെ ആയാലും ഒക്കെ പാകിസ്ഥാൻ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ പെർസിസ്റ്റന്റ് ത്രെറ്റ് ഫ്രം പാകിസ്ഥാൻ, അതായത് ഇത്രയും ഇന്റേണലി പ്രശ്നങ്ങൾ, മിലിറ്ററി ഫെയിലിയേഴ്സ് ഒക്കെ പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സാധിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മിലിറ്ററി ഡ്രിവൺ എസ്റ്റാബ്ലിഷ്മെന്റ് കണ്ടിന്യൂസ്ലി ഇന്ത്യനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ റീജിയണൽ പീസിനെ ആയാലും സ്റ്റെബിലിറ്റിനെ ആയാലും ഒക്കെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഓവറോൾ ഇന്ത്യയുടെ ഒരു നാഷണാലിറ്റിനെ ആയാലും ഒക്കെ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ത്രെറ്റ് സംഭവിക്കുന്നുണ്ട്. സോ ഇത്തരത്തെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ ആയാലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഫെയർ മെത്തേഡാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ട്രോണിക് വാർഫെയർ, എയർ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയവയ്ക്കായിരുന്നു നമ്മൾ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇന്ത്യ ഇത്തവണത്തെ ഈ ഒരു സ്റ്റാൻഡ് ഓഫ്, ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് നമ്മുടെ ടെക്നോളജി എത്രത്തോളം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒന്നാണ്. ദെൻ സ്ട്രാറ്റജിക് ഗ്യാപ്സ് ഇൻ സ്പേസ് കേപ്പബിലിറ്റീസ്. ഇത്രയും ഡിഫൻസ് ഇൻഡിജിനിയസ്ലി ആയാലും ഒക്കെ വളരെയധികം ഡിഫൻസ് സക്സസ്ഫുള്ളി ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ പോലും എന്നാലും ചില ലൂപ്പ് ഹോൾസ് ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ കാണുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ക്രിട്ടിക്കൽ സാറ്റലൈറ്റ് ബേസ്ഡ് സർവൈലൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് നമുക്ക് ഇന്നും കുറവാണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ബോർഡർ ഏരിയാസിലൊക്കെ ആയാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ ടു ഫ്രണ്ട് വാർ സിറ്റുവേഷൻ വരികയാണ്, ചൈന പാകിസ്ഥാൻ ഇവോൾവ് ചെയ്ത് ടു ഫ്രണ്ട് വാർ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ്, ക്രിട്ടിക്കൽ സാറ്റലൈറ്റ് ബേസ്ഡ് സർവൈലൻസ് ആയാലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലുള്ള ആ ഒരു ലൂപ്പ് ഹോൾസ് ഒക്കെ ആയാലും ഇന്ത്യ പരിഹരിച്ചാൽ മാത്രമേ ഒരു ടു ഫ്രണ്ട് വാർ വരുമ്പോൾ നമുക്കത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇന്ത്യസ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റംസ്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആകാശ്, ഭാരത്, S-400 തുടങ്ങിയവയൊക്കെയാണ്. ആകാശ് എന്ന് പറയുന്നത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഇൻഡിജീനിയസ്ലി ആയിട്ടുള്ള ഒന്നാണ്. ഷോർട്ട് മീഡിയം റേഞ്ച് മിസൈൽ സിസ്റ്റം ആണ് ഈ പറയുന്ന ആകാശ്. ദെൻ ബരാക് 8 എന്ന് പറയുന്നത് ഇൻഡോ ഇസ്രായേലി മെയ്ഡ് ചെയ്തിട്ടുള്ള ഒന്നാണ്. മീഡിയം ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഈ പറഞ്ഞ ബരാക് 8. ദെൻ S-400 നിങ്ങൾക്ക് എല്ലാം വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒന്നായിരിക്കും ഈ പറഞ്ഞ S-400. റഷ്യൻ മെയ്ഡ് ആണ്, ലോങ് റേഞ്ച് ആണ്, അതിനൊക്കെ മൾട്ടി ടാർഗറ്റ് ഡിഫൻസ് ആണ് ഈ പറയുന്ന S-400. ദെൻ റോൾ ഓഫ് ഡ്രോൺസ് ഇൻ മോഡേൺ വാർഫെയർ. കാമിക്കേസ്, ടർക്കിഷ് സോങ് തുടങ്ങിയതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാമിക്കേസ് ഡ്രോൺസ് എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അതേനൊക്കെ തന്നെ എനിമി അസറ്റ്സിനെ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്ലി തന്നെ ഡയറക്ട്ലി ഉള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ കാമിക്കേസ് ഡ്രോൺസ്. ദെൻ ടർക്കിഷ് സോങ്. ടർക്കിഷ് സോങ് എന്ന് പറയുന്നത് വളരെയധികം പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ്. സോ സർവൈലൻസിനായാലും പ്രിസൈസ് സ്ട്രൈക്കിനൊക്കെ ആയാലും ഈ പറഞ്ഞ ടർക്കിഷ് സോങ്ങർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാമിക്കേസ് ആയാലും ടർക്കിഷ് സോങ്ങർ ആയാലും ഒക്കെ വളരെയധികം പ്രിസൈസ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകളാണ്. സ്ട്രൈക്ക് കേപ്പബിലിറ്റിയും വളരെയധികം കൂടുതലാണ് ഇത് രണ്ടിനും. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പേസ് ബേസ്ഡ് അസറ്റ് ഇൻ മിലിറ്ററി സ്ട്രാറ്റജി. സർവൈലൻസിന് വളരെയധികം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സാറ്റലൈറ്റ് മോണിറ്റർ എനിമി ആക്ടിവിറ്റി, അതിനൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ, വളരെ സെക്യൂർ ആയിട്ടുള്ള ഗ്ലോബൽ മിലിറ്ററി മെസ്സേജിങ്ങിനൊക്കെ ഈ പറയുന്ന സ്പേസ് ബേസ്ഡ് അസറ്റ്സ് നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നാവിഗേഷൻ, അതായത് ഫോഴ്സിന്റെ പൊസിഷൻ ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഈ പറയുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് അസറ്റുകൾ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇന്ത്യ പാക് റിലേഷൻസ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ മോഡേൺ വാർഫെയർ, അതിനൊക്കെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് സ്പേസ് ബേസ്ഡ് മിലിറ്ററി കേപ്പബിലിറ്റീസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡോണ്ട് മിയർലി എൻറോൾ സ്റ്റുഡൻസ് ബട്ട് എക്വിപ്പ് ദം വിത്ത് സ്കിൽസ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തത്തിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. സോ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, അതായത് നമ്മുടെ UG, PG, PhD പ്രോഗ്രാംസിനൊക്കെ വളരെയധികം ഈ പറയുന്ന എൻറോൾമെന്റ് റേറ്റ് ഉണ്ട്. പക്ഷെ ഇത്രത്തോളം ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോലും അത്രയും ഒരു എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. സോ ഈ Tier 2, Tier 3 കോളേജുകളൊക്കെ വളരെയധികം സ്റ്റുഡൻസ് വരുന്നെങ്കിൽ പോലും അവരുടെ സിലബസ് പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ്.
വളരെയധികം തിയററ്റിക്കൽ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കുക എന്നല്ലാണ്ട് ഒരു പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ അത് എത്രത്തോളം എംപ്ലോയ്മെന്റ് ഫീൽഡിൽ അവർ സക്സസ്ഫുൾ ആവും എന്നുള്ളതൊക്കെ ഇന്നും ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ലാക്ക് ആയിട്ട് പോണ ഒരു കാര്യമാണ്. സോ പോർ സ്കിൽ അലൈൻമെന്റ് അവരുടെ ജോബ് മാർക്കറ്റ്സിൽ അവരുടെ ഡിമാൻഡ് വളരെയധികം കുറയ്ക്കുന്നുണ്ട്. സോ നെക്സ്റ്റ്, സ്കിൽ ഡെഫിസിറ്റ് ആൻഡ് വൊക്കേഷണൽ സ്റ്റിഗ്മ. അതായത് മിക്ക ഗ്രാജുവേറ്റിനും, മെജോറിറ്റി ഗ്രാജുവേറ്റിനും റിയൽ ലൈഫ് സ്കില്ലുകൾ, അതായത് റിയൽ വേൾഡ് സ്കില്ലുകളായാലും ഈ പറഞ്ഞ എക്സൽ ആയാലും അതേണക്ക് തന്നെ കമ്മ്യൂണിക്കേഷൻസ് ആയാലും സ്പ്രെഡ്ഷീറ്റ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് അറിയില്ല. സോ ആ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ വളരെയധികം ഇൻഫീരിയർ ആയിട്ടാണ് ഇന്നും പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് വർക്ക് ഫോഴ്സിന്റെ മൊത്തത്തിലുള്ള സ്കിൽസിനെ ബാധിക്കാറുമുണ്ട്. സോ നമ്മുടെ കരിക്കുലം മൊത്തത്തിൽ റീഫോം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ സ്കിൽ മൊഡ്യൂൾസ് നമ്മുടെ ജനറൽ ഡിഗ്രി പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. അതേണക്ക് തന്നെ നമ്മുടെ PhD ട്രെയിനിങ് ഒക്കെ വളരെയധികം ഡൈവേഴ്സ് ചെയ്യണം. അതേപോലെ തന്നെ UG പ്രോഗ്രാംസ് ആയാലും PG പ്രോഗ്രാംസ് ആയാലും കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കുറച്ചും കൂടെ തിയററ്റിക്കൽ നിന്ന് റിയൽ ലൈഫ് വേൾഡിലേക്ക് നമ്മുടെ ഒരു കരിക്കുലം മൊത്തത്തിൽ മാറുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ഒരു ഗ്ലോബലി നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കരിക്കുലം എന്ന് പറയുന്നത് വളരെ തിയററ്റിക്കൽ ബേസ്ഡ് ആണ്. അതിൽ നിന്നൊരു മോഡേൺ അപ്രോച്ചിലേക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ പ്രിലിംസിന്റെ പോയിന്റിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സ്കീംസ്. സ്കിൽ ഇന്ത്യ 2015 സ്കിൽ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. അതായത് യൂത്തിന് ജോബ് സ്കിൽസ് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഈ പറഞ്ഞ സ്കിൽ ഇന്ത്യ വരുന്നത്. ദെൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അത് 2016 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ കുറെ കൂടി യൂത്തിന്റെ പാർട്ടിസിപ്പേഷനും ഒക്കെ ആയിരുന്നു ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവർ പുതിയ പുതിയ വെഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്ത് ഇൻകം, അത് ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ എക്കോണമിക് പൊസിഷൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇന്ത്യ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതായത് ഒരു പുതിയ സ്കൂൾ സ്ട്രക്ചർ, പുതിയ കരിക്കുലം, സ്കിൽസിനും ലാംഗ്വേജിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്ന ഒന്നായിരുന്നു നമ്മുടെ റീസെന്റ് വന്ന ഈ പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. സോ നമ്മുടെ എഡ്യൂക്കേഷൻ ഡേറ്റയുടെ ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പലപ്പോഴും അൺഎംപ്ലോയ്മെന്റ് വളരെയധികം റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രാജുവേറ്റ് ലെവലുള്ള അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 29.1% ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കാണത്. അതിനൊക്കെ തന്നെ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷനിൽ 18.4% അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഉള്ള സമയത്ത് അത്രത്തോളം അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയുടെ കേസിൽ റൈസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരിക്കലും ഈ പറഞ്ഞ ജോബ് മാർക്കറ്റിൽ അത്രയും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും ഇല്ല. എത്രത്തോളം ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട് അത്രത്തോളം അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷനിലേക്ക് ഇന്ത്യ മൂവ് ചെയ്യുന്നുണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഈ പറഞ്ഞ GS2 GS3 ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ, എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, സോഷ്യൽ കോൺട്രാക്ട് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എത്തിക്സ് പേപ്പർ ആയിട്ട് പോലും ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് മീറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഓഫ് 4.8% ഫോർ ഫൈനാൻഷ്യൽ ഇയർ 25. അതായത് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 4.8% ഓഫ് GDP നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളി ഗവൺമെന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതെനക്ക് തന്നെ ഷോർട്ട് ഫോൾ ഇൻ റെസിപ്റ്റ്, ഈ പറഞ്ഞ ഡിസ്ഇൻവെസ്റ്റ്മെന്റിലായാലും ഇൻകം ടാക്സ് കളക്ഷനിലായാലും ഒക്കെ ഒരു ഷോർട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സും നമ്മുടെ എക്സ്പെക്ടേഷന് അപ്പുറത്തേക്ക് സ്ലൈറ്റ്ലി എക്സീഡ് ചെയ്തിട്ടുമുണ്ട്. സോ ഫിസ്ക്കൽ കൺസോളിഡേഷന്റെ മൊത്തത്തിലുള്ള ഓവർവ്യൂ നോക്കുമ്പോൾ ഗവൺമെന്റ് ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഗ്ലേഡ് പാത്ത് എന്ന് പറയുന്ന 4.4% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് ഫൈനാൻഷ്യൽ 26 നമ്മുടെ ബഡ്ജറ്റ് 2024 പ്രകാരം 4.4% ആണ് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ ഡേറ്റ പോയിന്റ്സ് ആണ്. ഫൈനാൻഷ്യൽ 25 ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.8% ഓഫ് GDP ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് 10K ക്രോറിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊക്കെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 9.87 lakh crore ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 11.83 lakh crore ആണ്. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഗവൺമെന്റ് റവന്യൂ വളരെ കുറവാണ്, പക്ഷെ അതേസമയം എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടുതലാണ്. ഗവൺമെന്റ് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ കറന്റ് 4.8% ഓഫ് GDP ആണ് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്
4.4% ഓഫ് GDP ആണ് ഫൈനാൻഷ്യൽ ഇയർ 26-ലുള്ളത്. നെക്സ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഇൻകം കിട്ടണം, അതായത് ഒന്നെങ്കിൽ ലോൺസ് ത്രൂവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസറ്റുകൾ വിറ്റത് കൊണ്ടോ ഒക്കെ ഗവൺമെന്റ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻലി ഗവൺമെന്റ് അങ്ങനെ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബോറോയിങ്സ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴിയോ ആയിരിക്കും. സോ ഇത് വെച്ച് ഗവൺമെന്റിന് തങ്ങളുടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സ്പെൻഡിങ് ബാലൻസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിലുള്ള ഷെയർ ഗവൺമെന്റ് വിൽക്കും. അങ്ങനെ വിറ്റത് കൊണ്ട് ഗവൺമെന്റ് ഇൻകം ക്രിയേറ്റ് ചെയ്യുകയും അതേനൊക്കെ ആ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിനുള്ള ഗവൺമെന്റ് കൺട്രോൾ കുറയും. അത് കുറെ കൂടെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൈവറ്റ് സെക്ടറിന് കൈമാറി പോകുന്നതിനാണ് ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റും ഈ പറയുന്ന ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് റിവൈസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ 4.8% ആയിട്ട് ഫൈനാൻഷ്യൽ 25-ല് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അതായത് ഗവൺമെന്റ് അക്കൗണ്ടന്റിനെയാണ് നമ്മൾ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഫൈനാൻസിൽ ട്രാക്ക് ചെയ്യുന്ന ആളായിരിക്കും. അതിനെ തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ഈ പറഞ്ഞ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS3 വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിസിക്കൽ കൺസോളിഡേഷൻ ടാർഗറ്റ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടാക്സ് റവന്യൂ ട്രെൻഡ്സ്, ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ്മെന്റ് ആൻഡ് പബ്ലിക് ഫൈനാൻസ് പ്ലാനിങ് തുടങ്ങിയവയിലൊക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് എക്കോണമിയുടെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു. നാളെ നമുക്ക് മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.